നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ശിക്ഷാവിധിയിൽ വാദം നടക്കുന്നതിനിടെ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. പ്രതികളിൽ പലരും പൊട്ടിക്കരഞ്ഞും ദയയാചിച്ചും ജഡ്ജിക്ക് മുന്നിൽ അപേക്ഷിച്ചു. വീട്ടിൽ അമ്മ മാത്രമേയുള്ളൂ, അമ്മയുടെ സംരക്ഷണ ചുമതല തനിക്കാണ് എന്ന് ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ കോടതിയെ അറിയിച്ചു. കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയിൽ നിന്നത്. താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാർട്ടിൻ ആവർത്തിച്ചു പറഞ്ഞു. താൻ നിരപരാധിയാണ്, തെറ്റ് ചെയ്തിട്ടില്ല, ശിക്ഷയിൽ ഇളവ് വേണം, ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്നുവെന്നാണ് കേസിൽ ആദ്യം അറസ്റ്റിലായ ആളായ രണ്ടാം പ്രതി ഡ്രൈവർ മാർട്ടിൻ കോടതിയിൽ പറഞ്ഞത്. മൂന്നാം പ്രതി മണികണ്ഠൻ കോടതിയെ അറിയിച്ചത് മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. ഭാര്യയും മകളും മകനുമുണ്ട് എന്നും തന്നോടും കുടുംബത്തോടും അലിവ് കാണിക്കണമെന്നും മണികണ്ഠൻ കോടതിയെ അറിയിച്ചു. കുടുംബ പശ്ചാത്തലം പറഞ്ഞ് തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് നാലാം പ്രതി വിജീഷ് കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. താൻ തലശ്ശേരി സ്വദേശിയാണ് എന്നും തന്നെ കണ്ണൂർ ജയിലിലേക്ക് അടയ്ക്കണമെന്നും വിജീഷ് കോടതിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കേസിലെ അഞ്ചാം പ്രതി വടിവാൾ സലീമും പറഞ്ഞത് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ്. ഭാര്യയും 3 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. ആറാം പ്രതി പ്രദീപും കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ സംസാരിച്ചത്. എല്ലാ പ്രതികളും കുടുംബ പശ്ചാത്തലം പറഞ്ഞ് കോടതിയുടെ സഹതാപം തേടാനാണ് പരമാവധി ശ്രമിച്ചത്. അതിനിടെ ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇന്ന് വാദം കേൾക്കൽ ആരംഭിച്ചത്. അഭിഭാഷകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് കോടതി നടപടികളെ തടസ്സപ്പെടുത്തുന്നതോ മോശമായി ചിത്രീകരിക്കുന്നതോ ആയ പ്രവർത്തികൾ ഉണ്ടാകരുത് എന്നാണ് ജഡ്ജി ഹണി എം വർഗീസ് മുന്നറിയിപ്പ് നൽകിയത്. തന്റെ ഭൂതവും ഭാവിയും അന്വേഷിച്ചുകൊള്ളൂ, പക്ഷേ കോടതി ക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് ജഡ്ജി കർശനമായി പറഞ്ഞു. നാലാം പ്രതിയെ പോലെയല്ല ഒന്നാം പ്രതി പൾസർ സുനി എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിങ്ങളുടെ സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് അഭിഭാഷകനോട് പറഞ്ഞപ്പോൾ ബ്രൂട്ടൽ റേപ്പാണെങ്കിൽ മാത്രമേ പരമാവധി ശിക്ഷ വിധിക്കാവൂ എന്നും ഇത് അത്തരത്തിലൊന്നല്ലെന്നും അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യമാണ് ഇതെന്നുമാണ് കോടതി ഇതിനോട് മറുപടി പറഞ്ഞത്. കേസിൽ പ്രതിയായ NS സുനിൽകുമാർ എന്ന പൾസർ സുനിയെ കുടുക്കുന്നതിലേക്ക് നയിച്ച പ്രധാന തെളിവിനെക്കുറിച്ചും കേസിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൾസർ സുനി സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. സുനിയുടെ ഫോണിൽ നിന്ന് പിടിച്ചെടുത്ത മെമ്മറി കാർഡ് തെളിവായി ചൂണ്ടിക്കാട്ടിയാണ് സുനിൽകുമാർ സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് എന്ന് പ്രോസിക്യൂഷൻ സ്ഥാപിച്ചെടുത്തത്. ഈ മെമ്മറി കാർഡ് തന്നെയാണ് നടിയെ ആക്രമിച്ച കേസിലും സുപ്രധാന തെളിവായത്. വിചാരണ ഘട്ടത്തിൽ സുനിയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത മെമ്മറി കാർഡ് നടിയെ ആക്രമിച്ച കേസിൽ സുപ്രധാന തെളിവായിരുന്നു. ഇതേ മെമ്മറി കാർഡിൽ തന്നെ രഹസ്യ ഫോൾഡറിലാക്കിയ നിലയിൽ മറ്റനേകം സ്ത്രീകളുടെയും നഗ്നദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സുനിയുമായി അടുപ്പമുണ്ടായിരുന്ന സ്ത്രീകളുടെ നഗ്നദൃശ്യങ്ങളായിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം രഹസ്യ ഫോൾഡറുകളിലാക്കിയാണ് സൂക്ഷിച്ചിരുന്നത്. മൈ എന്ന പേരിട്ട ഫോൾഡറിലായിരുന്നു നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്നത്. സുനിയുടെ സുഹൃത്തുക്കളായ മറ്റു സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഡിയർ എന്നു പേരിട്ട ഫോൾഡറിലും. കോടതിയിൽ ഹാജരാക്കിയ ഫോറൻസിക് റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സുനി ഇത്തരത്തിലുള്ള കൃത്യം പലതവണ നടത്തിയെന്ന് പ്രോസിക്യൂഷൻ സ്ഥാപിക്കുന്നത്. 8 വർഷം നീണ്ട നിയമ പോരാട്ടം, അതായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. വിചാരണയ്ക്കും വിസ്താരത്തിനും ഒടുവിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെല്ലാം ജയിലിലേക്ക് പോകുന്നു എന്നത് ഒരർത്ഥത്തിൽ വിജയം തന്നെയാണ്. അതോടൊപ്പം സമാനതകളില്ലാത്ത വിധം നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തവർ പുറത്ത് വിജയിയെ പോലെ നടക്കുന്നു എന്നത് നമ്മുടെ പരാജയവുമാകുന്നു. കുറ്റവാളികൾക്കെതിരായ കുറ്റം തെളിഞ്ഞുവെങ്കിലും അതിന്റെ കാരണക്കാരും സൂത്രധാരന്മാരും ഇപ്പോഴും കളത്തിന് പുറത്താണ്. ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ലെന്ന് കോടതിയും തങ്ങൾ നിരത്തിയ പല തെളിവുകളും കോടതി കണ്ടില്ലെന്ന് പ്രോസിക്യൂഷനും പറയുമ്പോൾ ആരാണ് പരാജയപ്പെട്ടത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പുനർവിചിന്തനം നടത്തണം. ഒരു സ്ത്രീയെ, അതും സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു ചലച്ചിത്ര നടിയെ ബലാത്സംഗം ചെയ്യുന്നതിന് കൊട്ടേഷൻ കൊടുക്കുക, അതും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന്. ഇന്ത്യയിലെങ്ങും ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സംഭവമായിരുന്നു അത്. അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം പറഞ്ഞതും ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരായിരുന്നു. പിന്നീടാണ് ഈ കേസ് ദിലീപിലേക്ക് എത്തുന്നത് പോലും. അതിൽ ദിലീപിന്റെ ഒരു പരാതിയും വഴിത്തിരിവായിട്ടുണ്ട്. പൾസർ സുനി തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് ഒരു പരാതി ദിലീപ് നൽകിയിരുന്നു. ഇതും കേസിൽ വഴിത്തിരിവായി എന്ന് വാദിഭാഗം അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു. ദിലീപാണ് കൊട്ടേഷൻ നൽകിയത് എന്ന് തെളിയിക്കുന്ന തരത്തിൽ കേസിലെ ഒന്നാം പ്രതി സുനിയും ദിലീപും 7ഓളം തവണ കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്.
എന്നിട്ടും ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെട്ടില്ല. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. 8-ാം തീയതിയിലെ കോടതി വിധിക്ക് ശേഷം ആനന്ദ നൃത്തം ചവിട്ടുന്ന കടുത്ത ദിലീപ് ആരാധകരോട് പോലും ചോദിച്ചാൽ ഒരുപക്ഷെ പൾസർ സുനി സ്വന്തം നിലയ്ക്ക് നടത്തിയ കൊട്ടേഷനായിരുന്നു ആക്രമണമെന്ന് പറയാൻ സാധ്യതയില്ല. 8-ാം തീയതിയിലെ വിധിയിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടുവെങ്കിലും ഗൂഢാലോചന നടത്തിയതും കൊട്ടേഷൻ നൽകിയതും ആര് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നടിയോട് അതിശക്തമായ വൈരാഗ്യമില്ലാതെ ഇത്തരമൊരു കൊടും ക്രൂരകൃത്യം ആസൂത്രണം ചെയ്യപ്പെടില്ല എന്നതും വ്യക്തമാണ്. പ്രതിസ്ഥാനത്തുള്ളവർക്ക് പ്രഗത്ഭ അഭിഭാഷകരുടെ സേവനം ലഭ്യമായതും സംഭവത്തിന് പിന്നിൽ പ്രബലരുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു കുറ്റകൃത്യം നടക്കുകയും അതിൽ പ്രതികളെന്ന് പറയപ്പെടുന്നവർ നിയമത്തിന് മുന്നിൽ ഹാജരാക്കപ്പെട്ടാലും കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. ഇവിടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ തെളിവുകളുടെ അപര്യാപ്തത എടുത്തു പറയേണ്ടതാണ്. 28 സാക്ഷികളാണ് വിസ്താരത്തിനിടയിൽ കൂറുമാറിയത്. ഗൂഢാലോചന കുറ്റവുമായി ബന്ധപ്പെട്ട വിചാരണയെ ഈ കൂറുമാറൽ ദുർബലമാക്കിയെന്നാണ് ചില നിയമവിദഗ്ധർ പറയുന്നത്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളിലുണ്ടായ തിരിമറികൾ കൃത്യമായി അന്വേഷിക്കുന്നതിൽ അപാകതയുണ്ടായി. മെമ്മറി കാർഡിലുണ്ടായ അട്ടിമറിക്ക് പിന്നിൽ ആരാണ് എന്ന അന്വേഷണം എവിടെയും എത്തിയതുമില്ല. വിചാരണ കോടതിയിലെ ജഡ്ജിയെ മാറ്റണമെന്ന് അതിജീവിതയും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിട്ട് പോലും ഫലമുണ്ടായില്ല എന്നത് കേസിൽ ഒരു പരാജയം തന്നെയാണ്. വിചാരണയുമായി ബന്ധപ്പെട്ട മാനസിക പീഡനത്തെക്കുറിച്ച് നടി പലകുറി പരാതിപ്പെട്ടിരുന്നു. പ്രതിഭാഗത്ത് നിന്ന് 40ഓളം അഭിഭാഷകരാണ് ഹാജരാകുന്നത് എന്നും അതിജീവിതയെ മാനസികമായി തളർത്തുന്ന ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതിനെ കോടതി തടയുന്നില്ല എന്നും അതിജീവിത ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതികളിൽ ചിലർ കോടതിക്കുള്ളിൽ അതിജീവിതയുടെ ഫോട്ടോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എടുക്കുന്നതായും ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരും അതിജീവിതയും സുപ്രീം കോടതിയിലടക്കം എത്തിയിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി കേസ് മറ്റൊരു ജഡ്ജിക്ക് കൈമാറണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ പക്ഷപാതപരമായാണ് ജഡ്ജി പെരുമാറുന്നത് എന്നതിന് തെളിവൊന്നുമില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ശരിവയ്ക്കുകയാണ് സുപ്രീം കോടതിയും ചെയ്തത്. പ്രഗത്ഭരായ അഭിഭാഷകരുടെ വലിയൊരു സംഘത്തെ തന്നെ പ്രതിഭാഗം അണിനിരത്തിയിരുന്നു. പതിറ്റാണ്ടുകളായി ഇത്തരം ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്ത് തഴക്കവും പഴക്കവുമുള്ളവർ തന്നെയാണ് പ്രതികൾക്കായി ഹാജരായത്. നീതിന്യായ വ്യവസ്ഥയുടെ വിവിധ തട്ടുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ മാസ്റ്റർ ബിരുദമുള്ള ഈ സംഘത്തിന് മുന്നിൽ വാദിഭാഗത്തിന്റെ അഭിഭാഷകർ പലപ്പോഴും പകച്ചു നിൽക്കേണ്ടിയും വന്നുവെന്ന് വിമർശനം ഉയരുന്നുണ്ട്. ജഡ്ജിയുമായി ഉടക്കി 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ കേസിൽ നിന്ന് വിട്ടുപോയത് അതിജീവിതയുടെ വാദം ശരിവെക്കുന്നതാണ്. രാമൻ പിള്ളയെപ്പോലുള്ള ഒരു അഭിഭാഷകന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘത്തെ പ്രതിഭാഗം അണിനിരത്തുമ്പോൾ അതിനോട് കിടപിടിക്കുന്ന നിയമജ്ഞരെ വാദിഭാഗത്തിനായി കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശുഷ്കാന്തി കാട്ടിയില്ല എന്നതും ചിലർ സൂചിപ്പിക്കുന്നു. അതിജീവിതയ്ക്കൊപ്പം നിലയുറപ്പിച്ച സിനിമാ സഹപ്രവർത്തകരും ഈ വിഷയം എന്തുകൊണ്ടോ ഗൗരവത്തിലെടുത്തില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. 2017 ഫെബ്രുവരി 17 കേരളത്തെ നടുക്കിയ ആ സംഭവം നടന്നത്. അറിയപ്പെടുന്ന ഒരു യുവനടിയെ കൊച്ചിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ഓടുന്ന കാറിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും പീഡന രംഗങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തതുപോലൊരു കുറ്റകൃത്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു.